ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ലോങ് യൂട്യൂബ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ അങ്ങനെ പ്ലാൻഡായിട്ട് വീഡിയോ തുടങ്ങണം, യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്ന ആളൊന്നും അല്ല. അങ്ങനെ റാൻഡം വീഡിയോസ് ഇട്ടിട്ട് പിന്നെ എന്നാൽ അങ്ങനെയൊക്കെ ആയിക്കോളാം എന്നൊക്കെ. എനിക്ക് വീഡിയോസ് കാണാൻ ഇഷ്ടമാണ്. സമയമുള്ളപ്പോൾ ഞാൻ കാണും. കുറേ പേരെ കാണുമ്പോൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആവും ചില ചാനലൊക്കെ കാണുമ്പോൾ. അപ്പോൾ എൻ്റെ എത്രത്തോളം അങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ പ്ലാൻഡ് ഒന്നുമല്ല, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ കുറേ ഇടയ്ക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ ഞാനിത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ എല്ലാവരും ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്യാനുള്ള തത്രപ്പാടാണ്. അതിന് പാറക്കുട്ടിയുടെ അനുവാദം കൂടി എനിക്ക് വേണം അവൾ എണീറ്റിരിക്കുന്ന കാരണം. അപ്പോൾ ചെറിയ ചില്ലറ വാശികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളെ എടുത്തൊന്ന് കൂളാക്കിയാലൊക്കെ എനിക്ക് അടുത്തുള്ള പരിപാടികളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മോർണിംഗ് എല്ലാ വീട്ടിലും, ഒരു കുട്ടിയുള്ള വീട്ടിലെ മോർണിംഗ് എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെയും. പിന്നെ അവളെയും കൊണ്ട് കിച്ചണിലേക്ക് പോയി ചായ ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. തത്രപ്പാട് എന്ന് പറയാൻ കാരണം എനിക്ക് ചായ മസ്റ്റാണ് കേട്ടോ, നിർബന്ധമാണ്. അതില്ലാണ്ട് എനിക്ക് ആലോചിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. കൺട്രോൾ ചെയ്യണമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, പക്ഷേ നടക്കാറില്ല. രാവിലത്തെ എന്തായാലും വേണം. അപ്പോൾ അതിന് ഒന്ന് ചായ കുടിക്കണ്ടേ വേണ്ടേ എന്നുള്ള രീതിയിലാണ് നമ്മൾ രാവിലെ എണീക്കുക തന്നെ. അപ്പോൾ അവളെ ഒന്ന് കൂളാക്കിയിട്ട് വേണം എനിക്ക് കാര്യം അടുക്കളയിലേക്കാണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവൾക്ക് ഓരോ എന്തെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചായയൊക്കെ വെച്ച് പിന്നെയും അവൾ ചെറുതായിട്ടൊന്ന് കരയുമ്പോൾ പിന്നെയും വന്ന് നിൽക്കും. അവളുടെ കൂടെ കുറച്ച് നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിക്കും. കരയാണ്ട് നോക്കണം. എത്ര കരഞ്ഞ് തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല, പിന്നെ ഭയങ്കര വാശിയായിരിക്കും എൻ്റെ മോള്. ഓരോ ദിവസം അവൾക്ക് ഓരോ മൂഡാണ്. അപ്പോൾ അത് നമ്മൾ മൂഡ് അറിഞ്ഞിങ്ങനെ നമ്മൾ എന്താ പറയുക ചെയ്യണമെന്ന് പറയില്ല, അതുപോലെയാണ് അവളുടെ കാര്യം, കുട്ടികളുടെയൊക്കെ കാര്യം. അപ്പോൾ പ്രൊവോക്ക് ചെയ്യാണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ കളിച്ചും തിരിച്ചും അവിടെ നിന്ന് ഗോഷ്ടിയൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ ചിലപ്പോൾ കുക്ക് ചെയ്യുക, ചായയൊക്കെ വയ്ക്കാം. ഒപ്പം അവളെ ഒന്ന് എടുത്ത് കൂളാക്കിയിട്ട് എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഇരുത്തി കഴിഞ്ഞാലും പ്രശ്നമാണ്. കുറച്ച് നേരം ഒന്ന് എടുത്ത് കളിച്ച് എന്നാലൊക്കെ എൻ്റെ ചായ അവിടെ ആവണ സമയം വരെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാലേ എനിക്ക് അവൾക്കും സമാധാനം ഉണ്ടാവുള്ളൂ. ഇന്ന് രാവിലെ തന്നെ ഗംഭീര വെള്ളം കൂടിയാണ്. സാധാരണ ഫീഡ് ചെയ്യണ കാരണം പാൽ കുടിച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വെള്ളം കൊടുത്ത് തുടങ്ങുള്ളൂ. ഇന്ന് എന്താണെന്നറിയില്ല, രാവിലെ തന്നെ ഗംഭീര വെള്ളം കൂടിയാണ്. അങ്ങനെ ചായക്കായി നമ്മൾ ഹാളിൽ പോയിരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി ആസ്വദിച്ച് ചായയൊക്കെ കുടിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അവളെ ഉള്ള കാരണം സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് അപ്പം മുറ്റത്തേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അത് കാരണം ഞാൻ ഇന്ന് അവിടെ തന്നെ ഇരുന്നു. അവളുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞ് കളിതമാശയൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചാലേ അവിടെ ഇരിക്കുള്ളൂ വായിച്ചാൽ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വികൃതി കാണിച്ച് മെയിനായിട്ട് നമ്മളുടെ മേലിൽ നിന്ന് പോവില്ല, എപ്പോഴും ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ എടുത്ത് നടക്കണം. അപ്പോൾ അതിന് വേണ്ടല്ലോ, നമുക്ക് രാവിലെ തന്നെ ഒരു ഇത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാക്സിമം നമ്മളിങ്ങനെ കൂടുതൽ ഇതാക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യും. അറ്റകഴിക്ക് ഞാൻ അവളുടെ വീഡിയോ തന്നെ അവൾക്ക് പ്ലേ ചെയ്ത് കൊടുക്കും. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ടോളും. ഫെമിലിയർ ഫേസസ് ആയ കാരണം ഞങ്ങളെയൊക്കെ അല്ലേ കാണുന്നത്, അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഇരുന്ന് കണ്ടോളും. അവളെ അങ്ങനെ അവിടെ ഇരുത്തി ഞാൻ കുറച്ച് നേരം അടുക്കളയ്ക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളിൽ കിടക്കാൻ വേണ്ടി പോകണം. ഇപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. രാവിലത്തെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. കുട്ടികളിലെ അമ്മമാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ സ്കൂൾ തുറന്നാലാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് മൊത്തം ഒന്ന് ട്രാക്കിലായി വീഴാൻ സമയമുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ സായിനെ വിളിച്ചിട്ട് പാട്ടൊക്കെ ഇട്ട് അവിടെ ഒന്നും കൂടിയും അവൾ ഓക്കെ അല്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോയി. ഞാൻ ഒരു മൾട്ടി ടാസ്കറാണ്. അതായത് എനിക്ക് ഒരേ സമയം കുറേ കാര്യങ്ങൾ ചെയ്യണം. ഒരു കാര്യം കഴിഞ്ഞ് അടുത്ത കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാനത് ആ സമയത്ത് നമ്മൾ ക്ലീനിങ്ങും
ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഫിനിഷ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമാണ്, അതിന് ഗുണമുണ്ട് ദോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒപ്പം തന്നെ ഈ ക്ലീനിങ്ങും നടക്കുകയാണ്. നമ്മുടെ ഈ ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം 1-2 തവണ നടക്കുന്ന കാര്യമല്ല, രാത്രി വരെയും ഇത് തന്നെയായിരിക്കും. കാരണം മോള് എന്ത് കിട്ടിയാലും ഇപ്പോൾ വായിലിടുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ടോയുടെ എന്തെങ്കിലും ചെറിയ പൊട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് പോവും. എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഈ ചൂലെടുത്തിട്ട് നടക്കുന്നുണ്ടായിരിക്കും ഞാൻ ഈ രാത്രി വരെയും വീട്ടിലുള്ള സമയത്ത്. അപ്പോൾ അതൊരു മെയിൻ ജോബാണ് ഒരു ദിവസത്തെ. പിന്നെ ഉള്ളത് കുക്കിംഗ് ആണ്. രാവിലത്തെ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ രാത്രി. എനിക്ക് മുമ്പ് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ തൊട്ട് ഇനി ഞാൻ തന്നെ വേണം ഒന്ന് റെഡിയാക്കാൻ. അത് ഞാൻ ഒരു പോസിറ്റീവായിട്ടും കൂടി എടുക്കുകയാണ്. കാരണം ഞാൻ ഒന്ന് ട്രാക്കിൽ വീഴണമെങ്കിൽ ഇത്രയും കാലം എല്ലാവരും ഉണ്ടായ കാരണം എനിക്ക് കുറേ ബോറടിയും അല്ലെങ്കിൽ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലൊക്കെ ഞാൻ എൻഗേജ്ഡ് ആകുമ്പോൾ കുഴപ്പമുണ്ടാവില്ലേ. പിന്നെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്താൽ മതി എന്നാണല്ലോ പറയുക. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, ക്ലീനിങ് മാത്രമാണ് കുറച്ച് ഇഷ്ടമില്ലാത്തത്. പക്ഷേ എനിക്ക് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ ആരില്ലെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഈ ഉണ്ടാക്കുന്ന കൂടുതൽ അപ്പോൾ കിച്ചൺ കൗണ്ടറും എല്ലാം ഒപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഒപ്പം ഒരേപോലെ നീറ്റായി കിടന്നാൽ മനസ്സിന് എന്തോ ഒരു സമാധാനമാണ്. അവിടെ എന്നെ നോക്കി കൊള്ളി ഇരിക്കുന്നുണ്ട്. കൊള്ളി സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വാങ്ങിക്കൊടുന്നാൽ ഞാൻ മറന്നുപോയി. സമയം 10:15. ഇപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പാരക്കുട്ടിയുടെ കഴിഞ്ഞു എന്നുള്ളൊരു സമാധാനമാണ്. അവൾക്ക് ഇന്ന് ഓട്സാണ് കൊടുത്തത്. എന്നും നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ കൊടുക്കും. പക്ഷേ ഇന്ന് ഞാൻ ഓട്സ് കൊടുത്തു. കുറച്ച് ദിവസമായി ഓട്സ് കൊടുത്തിട്ട്. അപ്പോൾ അതും നട്ട്സ് പൗഡറും ബനാന എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഞങ്ങൾ കഴിക്കുന്നത് കണ്ടപ്പോൾ അതൊന്നും കുറേശ്ശെയൊക്കെ കഴിച്ചു. കുറേ ഓയിലി ആയ കാരണം നമ്മൾ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. പൂരിയൊക്കെ നമ്മൾ ഇടയ്ക്കേ ഉണ്ടാക്കുള്ളൂ, ഭയങ്കര ഓയിലി ആയ കാരണം. അങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടൊന്നുമല്ല, നേരെ ഉണ്ടാവാറില്ല സ്കൂളിലെ ടൈമിൽ. ഇങ്ങനെ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ഇതുപോലെ വെക്കേഷനൊക്കെ വരുമ്പോൾ തന്നെ കാര്യമായിട്ട് ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് രാവിലെ ഞങ്ങളിങ്ങനെ എന്താ പറയുക റിലാക്സ് ചെയ്തിരുന്നത്, സ്ലോ മോർണിംഗ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 വീക്ക് കൂടി. എൻ്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് പറയും, അമ്മ ഒരാഴ്ചയും കൂടി ഉള്ളൂ അല്ലേ ഞാൻ സ്കൂളിൽ തുറക്കാൻ, ഇനി നമുക്ക് രാവിലെ ഭയങ്കര ബിസി ആവുമല്ലോ അല്ലേ. എണീക്കലും അവർ സ്കൂളിൽ പോണ വരെയും എനിക്ക് ഭയങ്കര തിരക്കാണ്. 1 മിനിറ്റ് ഞാൻ ഇരിക്കാറില്ല. അത് കഴിഞ്ഞാൽ ഒരു ഇരുത്തായിരിക്കും കുറച്ച് നേരം. പുറത്ത് നല്ല മഴക്കാറും ഉണ്ട്, മഴക്കോള് നല്ലോണം ഉണ്ട്. അപ്പോൾ ഇന്നെല്ലാവരും നന്നായിട്ട് മഴ ഉള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിലെ മെയിൻ താരം എത്തിയിട്ടുണ്ടേ. കുറച്ച് ഫുട്ബോൾ ഭ്രാന്തൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് എപ്പോഴും. അധിക സമയം കിട്ടുമ്പോഴൊക്കെ ഒരു ചാൻസ് കിട്ടിയ വീട്ടിൽ നിന്ന് ചാടും. ആളുടെ ഫുഡൊക്കെ ടേബിളിൽ ഭദ്രമായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞപ്പം ഇനി കുളിക്ക് കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കും. അപ്പോൾ നമ്മൾ നേരെ പോയി കുറച്ച് നേരം കൂടി TV കാണും. ഈ കുളിച്ചിട്ടേ കഴിക്കുള്ളൂ എന്നുള്ള ഫോർമാലിറ്റീസ് ഒന്നും വീട്ടിലില്ല കേട്ടോ. അതൊന്നും നടക്കണില്ല. കാരണം ഇത്രയും വൈകണ കാരണം വിശന്ന് പണ്ടാറണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് കഴിക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ഇരുന്നിട്ട് നമ്മൾ കുളിക്കും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ രാവിലത്തെ ഒരു കുട്ടി വ്ലോഗ്. വീഡിയോ ഇഷ്ടമായിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.